അപ്പോൾ ഹലോ ഗായ്സ്, ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞങ്ങളിന്ന് യൂണിവേഴ്സിറ്റി പാർക്കിൽ പോകാൻ പോവുകയാണ്. ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ കസിൻ ബ്രദറും ട്രിപ്പിൾ റൈഡാക്കിയിട്ടും ഒരു സ്കൂട്ടിയിൽ ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ കസിൻ ബ്രദറും പിന്നെ മറ്റൊരു സ്കൂട്ടിയിൽ എൻ്റെ വേറൊരു കസിൻ ബ്രദറും അവരെ ഫാമിലിയും ഞങ്ങളെല്ലാവരും 2 വണ്ടിയാക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി പാർക്കിന് പോണത്. അപ്പോൾ എനിക്ക് എൻ്റെ മലയാളം അത്ര ഒരു ഇതില്ല, അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു ഹാൻഡിൽ ചെയ്തോളൂ, സുഖമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ജനിച്ച ഇവനല്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ കർണാടകയിലാണ് ജനിച്ചത്, ഇവിടെയാണ്, പക്ഷേ കർണാടകയിലാണ് ഞാൻ ഫുള്ള് എന്ത് ബോർൺ ഇതായത്, ഗ്രോൺ അപ്പ്. അപ്പോൾ 19 വർഷമായി ഞാൻ കർണാടകയിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മലയാളം അത്ര അറിയില്ല, ചോദ്യം അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ യൂണിവേഴ്സിറ്റി പാർക്ക്. ഞങ്ങളെത്തി ഇവിടെ. ഞങ്ങൾ എൻ്റെ ബ്രദർ ഡ്രോപ്പാക്കിയിട്ട് എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ പോയിക്കണ്. അപ്പം ഞങ്ങളാണ് ഈ പാർക്കൊന്ന് കാണാം. കണ്ടപ്പോൾ ഒരു വലിയ പാർക്ക്, എന്തൊരു വലിയ പാർക്ക്, അച്ചാന പാർക്ക്. അവിടെ മംഗലാപുരത്തൊക്കെ ഇങ്ങനത്തെ പാർക്ക് പറഞ്ഞിട്ട് ഒരു സാധനമില്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മംഗലാപുരത്തൊക്കെ ഉണ്ടായ പറഞ്ഞാൽ മംഗലാപുരം കർണാടകയിലെ മംഗലാപുരത്തിൽ ഞങ്ങളെ എന്താ പറയല്, ഇതുണ്ടാവില്ല, ഈ നീറ്റ്നെസ് ഉണ്ടാവില്ല. പക്ഷേ ഈ നാട്ടിലേക്ക് വന്നെത്തി അപ്പോൾ ഒരു അതിൻ്റെ രസം, ഒരു ഡസ്റ്റ് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല താഴത്ത്. കുറച്ച് എന്താ പറയല് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു നല്ലോണം. അപ്പോൾ ഇതൊക്കെ ഇത് ടോട്ടൈസൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കണു. എന്നിട്ട് ഇത് ആനയാണെന്നാണ് പറഞ്ഞത്, എനിക്കെങ്ങനെയാണ് കണ്ടില്ല. അപ്പോൾ ഇത് നോക്കി, നല്ല ഗ്രീനറി, ഫുള്ള് ഗ്രീനറി ആയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല രസമായിരിക്കും. കുറച്ചും കൂടി കണ്ടു നോക്കാം പള്ളിക്ക് പോയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ പാർക്ക്. കാരണം ഞാൻ ഇങ്ങനത്തെ പാർക്ക് കണ്ടില്ല. അതും ഇത്ര ആൾക്കാരൊക്കെ കൂടിയിട്ടൊക്കെ ഉണ്ടാവുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല. അത് ബാനിയൻ ട്രീ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ കുറേ. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ബേബിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, ഓക്കെ. ഇത് ബോട്ട്, ഇങ്ങനത്തെ ഒക്കെ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ കണ്ണോട്. ആരെങ്കിലും പറഞ്ഞാൽ ഈ ചെക്കൻക്ക് ഒന്നും അറിയില്ലല്ലോ, ഒരു സാധനം അറിയില്ലല്ലോ എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇല്ല, അവിടെ ഒരു കുന്തുമില്ല. ഞാൻ ആ ഫ്ലാറ്റിലിരുന്ന് മടുത്ത്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ കറങ്ങാണ്. യൂണിവേഴ്സിറ്റി പാർക്കാണ് ആദ്യം ഞങ്ങളെ സ്റ്റോപ്പ്. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ വേറെ സാധനം കാണിച്ചു തരാം. നോക്കി എത്ര രസമുണ്ട്, എത്ര സുന്ദരം, എത്ര വലിയ മരമാണിത്. ഓ, കുറച്ചുകൂടി മുമ്പിൽ പോയി നോക്കാം. കുറേ കുട്ടികൾക്കൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കളിക്കാനൊക്കെ. ഇത് 6 മണി വരെ ഉള്ളൂ. പിന്നെ ഇവിടെ എന്താ പറയല്, കിളികളെ ഇതുണ്ട്, കൂടുണ്ട്. പിന്നെ ഫോട്ടോ സെഷനായിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അതൊക്കെ, അടിപൊളി. ഓരോരോ ഞായറാഴ്ച മാത്രം ഇത്ര റഷ് ഉണ്ടാവുള്ളൂ. തിങ്കളാഴ്ച ഒക്കെ വെള്ളിയാഴ്ച ഒക്കെ നല്ല ഫ്രീ പ്ലേസസാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ബേർഡ്സ് നെസ്റ്റൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഈ ചെറിയ പൂളാണ്, രസമുണ്ടായിരുന്നൊക്കെ കാണാൻ. ഇതിനെ കണ്ട് ഞാൻ പേടിച്ച് ഈ സാധനത്തിനെ കണ്ട് പേടിച്ചതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം കാണിച്ചു നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങളിവിടെ എന്തോ റിസോർട്ടോ എന്തോ ഉണ്ടായിരുന്നു അവിടെ, അത് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണാം. അങ്ങനെ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, നോക്കാം. ഷോർട്ടാക്കിയിടാന്ന് ട്രൈ ചെയ്യാം. ഇത് ആദ്യത്തെ വീഡിയോ, അതുകൊണ്ടാണ് കുറച്ച് അറിയാത്തത്. പിന്നെ കുറച്ച് ശരിയായിക്കോളും. കുറച്ച് സപ്പോർട്ട് ചെയ്യട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദർ. പിന്നെ ഇതാണ് ബേർഡ്സിൻ്റെ കൂട്. അത്ര ഒന്നും ഉണ്ടായില്ല കാണാൻ, ഫുള്ള് മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു വിജയിൽ. ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടില്ല അത്ര ഒന്നും. എന്നിട്ട് ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മോള്. അപ്പോൾ അവളൊന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ
വന്നത്. കാരണം അവൾ വീട്ടിലിടിച്ച് ബോറടിച്ചിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ്ട് മുന്നിലേക്ക് പോയി. എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാണാൻ തോന്നും. അപ്പോഴാണ് എൻ്റെ ബ്രദർ പറയണേ അപ്പുറത്ത് ആ സൈഡ് ആ വീടിൻ്റെ അടുത്ത് ആ വീടിൻ്റെ ഉള്ളിലാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇതാണ് എൻ്റെ സിസ്റ്റർ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ട് കഴിഞ്ഞിട്ട് ഒരു കൂട് കണ്ട്. അതിലുള്ളിലേക്ക് എങ്ങനെ പോകാമെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫോൺ എടുത്തിട്ടാണ് ഉള്ളിക്കിട്ട് എല്ലാതും അങ്ങോട്ടാണ്ട് റെക്കോർഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വെറുതെ ഒരു എസ്തറ്റിക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണ്ട് ഈ എന്താ പറയുക ഇതിന് പഞ്ചാര പഴം എന്ന് പറയും ഇതിന്. ഇത് തിന്നാൽ ഞങ്ങളെ വായ എന്ത് തിന്നാലും മധുരം ഉണ്ടാവും. അങ്ങനത്തെ ഒരിതാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഷോക്കായി പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇത് ടോട്ടൈസ് ആ സാധനം തിന്നാൽ എന്താ മധുരം പഞ്ചാര പഴം ഉണ്ടല്ലോ അത് തിന്നാൽ ഞങ്ങൾ എന്ത് സാധനം തിന്നാലും ഒരു പുളി അല്ലെങ്കിൽ മധുരം ഉണ്ടാവത്തത്. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എന്നിട്ട് നോക്കി എന്തൊരു ആർട്ട് വർക്കാണ് ഇതൊക്കെ. പിന്നെ ഇവളെ നോക്കി, ഇവളിപ്പോൾ കാട്ടിക്കൂട്ടർ നോക്കിയിട്ടാണ്. അവൾ ഫോട്ടോ എടുക്കാൻ ചിരിക്കാൻ പറഞ്ഞതാണ്. ഇതാണ് അവൾ ചെയ്യുന്നിപ്പോൾ നോക്കിയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രദറിൻ്റെ മോളാണ്, ഇവൻ്റെ മോനാണ്. എന്നിട്ട് ഇവളെ നോക്കി, ഇവളെ ഞാൻ കുറച്ചങ്ങോട്ട് പോയപ്പത്തിന് ഈ സാധനത്തിൻ്റെ മേലെ കയറാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവളെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ പോകും നോക്കിയിട്ടാ. അത് കഴിഞ്ഞിട്ട് അവൾ ഇറക്കാൻ കുറച്ച് പാട് പറ്റി. അവൾ കരഞ്ഞ് അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാനവിടെ വീഡിയോ കട്ട് ചെയ്ത്. അവൾ അതിൻ്റെ മേലെ പോയി ഇരിക്കണോ, അതിൻ്റെ മേലെ കയറണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവളെ വീഡിയോ കട്ട് ചെയ്ത് പിന്നെ നെക്സ്റ്റ് വീഡിയോ എടുത്ത് ഞാൻ ഇതൊക്കെ ആകുമ്പോൾ എന്താ പിന്നെ ഞാൻ അവളെ കൂടെ കളിക്കാൻ തുടങ്ങി. അവൾ ദേഷ്യം പെട്ട് അവിടെ നിന്ന് ഓടി. അപ്പോൾ ഞാൻ അവളെ ബാക്കിൽ പോയപ്പോൾ അവളിങ്ങനെ നടക്കാൻ തുടങ്ങി. ഞാൻ അവളെ ബാക്കിൽ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ചും കൂടി മുമ്പ് പോയപ്പോൾ ബുഗാനൊക്കെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ. അങ്ങനെ അവളെ ബാക്കിൽ ഓടി ഞാൻ. അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങോട്ടാണ്ട് ഓടിപ്പോയിട്ട് ഞാനാണ്ട് പിടിച്ചിട്ട് അവളെ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോയി. അവളെ കയ്യിൽ പിടിച്ച് വാന്ന് പറഞ്ഞു. അവൾ വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളെ പിടിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി. അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഞാൻ അവളെ പോയിട്ട് ഇരുത്തിച്ച് പറഞ്ഞ് ഇനി അവിടെ നിന്ന് ഇളകാൻ പാടില്ല. ഒരു ഫോട്ടോ എടുക്കാനും വരെ നിൽക്കില്ല അവൾ. അപ്പോൾ ഇവിടെ ഇരുത്തിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവളെ സർക്കസ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി. എൻ്റെ ബ്രദറാണ് അത്. അവളെ തലയിൽ തട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ ഞങ്ങളൊരു സമയമായി. യൂണിവേഴ്സിറ്റി പാർക്ക് പൂട്ടാനൊരു സമയമായി. 5 മണിക്ക് വന്നിട്ടും ഞങ്ങൾക്ക് സമയസന്ദർഭമൊന്നുമില്ലല്ലോ. 6 മണിക്ക് പൂട്ടുന്ന സാധനമെങ്കിൽ ഞങ്ങൾ 5 മണിക്കാണ് പുറപ്പെടുന്നത് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങളുമായിട്ട് വിട്ട് ഞങ്ങൾ. പിന്നെ എല്ലാവരും പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് അവിടെ നോക്കി. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ ഒന്ന് കണ്ട് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇത്ര ആൾക്കാരാണ് ഞങ്ങൾ വന്നതിപ്പോൾ. ഇതൊക്കെ നോക്കി എത്ര നല്ല രസമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാധനം കണ്ടപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുതിയത് ഞാൻ കണ്ടപ്പോൾ നല്ല ഷോക്കായി. ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു വരുമ്പോൾ. പിന്നെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്ര രസമായിട്ട് ഉണ്ടാക്കി എഴുതിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. അത് വീഡിയോ എടുത്ത് ഇന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഈ വ്ളോഗാണ്ട് ഞാനിപ്പോൾ നിർത്താൻ പോവാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഒരു ലൈക്സ് കൊടുത്താൽ പ്ലീസ്. ആദ്യത്തെ വ്ളോഗാണ്, കുറച്ച് സപ്പോർട്ട് ചെയ്യും പ്ലീസ്. ഓക്കെ.